നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഞാൻ സിയാദ് ഇല്ലിക്കൽ. നിഫ്റ്റി ഇന്ന് റേഞ്ച് ബോണ്ടായ രീതിയിൽ വ്യാപാരം അവസാനിപ്പിച്ചു വിത്ത് നെഗറ്റീവ് സെന്റിമെന്റ്സ്. നമ്മുടെ മാർക്കറ്റ് ഇന്നലെ ക്ലോസ് ചെയ്തതിന് ശേഷം യൂറോപ്യൻ മാർക്കറ്റുകളിൽ ഗംഭീരമായ റാലിയാണ് ഉണ്ടായിരുന്നത്. എസ്പെഷ്യലി മാർക്കറ്റിലെ നാസ്ഡാക്ക് എല്ലാം തന്നെ ടെക്നോളജി ഇൻഡെക്സ് ഏകദേശം ഒരു 400 പോയിന്റിൻ്റെ ഒരു 2% റാലി രേഖപ്പെടുത്തിയ അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. കൂടാതെ തന്നെ യൂറോപ്യൻ മാർക്കറ്റിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സ് കണ്ടിരുന്നു. അതുവഴി ഇന്ന് രാവിലെ ഏഷ്യൻ മാർക്കറ്റിലും ഈവൻ ഗിഫ്റ്റ് നിഫ്റ്റിയിലും പോസിറ്റീവായ ഒരു സെൻറ്റിമെൻറ്റ്സ് ആണ് ഉണ്ടായിരുന്നത്. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചു. എന്നാൽ നിഫ്റ്റിയിൽ നിന്ന് ആ ഒരു ഗെയിൻ നിലനിർത്താനായിട്ട് പറ്റിയില്ല. ബാങ്ക് നിഫ്റ്റിയുടെയും എക്സ്പയറി ആയ ഇന്ന് മാർക്കറ്റ് റേഞ്ച് ബോണ്ടായിട്ട് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സോട് കൂടിയിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു. ഈ സ്റ്റീൽ കമ്പനീസിന്, എസ്പെഷ്യലി മിനറൽ കമ്പനീസിന്, മൈനിങ് കമ്പനീസിന് എല്ലാം തന്നെ ഗവൺമെൻറ് ടാക്സ് ഏർപ്പെടുത്തിയതും ഈ നമ്മളുടെ ഫാർമ കമ്പനീസിന് കൊട്ടാക് സെക്യൂരിറ്റി പോലുള്ള ബ്രോക്കറിംഗ് സ്ഥാപനങ്ങൾ ഡൗൺഗ്രേഡ് ചെയ്തതും ഫാർമ സെക്ടറിൽ ശക്തമായിട്ടുള്ള ഒരു സെല്ലിംഗ് പ്രഷർ കണ്ടു. സ്റ്റീൽ സെക്ടറിൽ ടാറ്റ സ്റ്റീൽ ശക്തമായിട്ടുള്ളൊരു ഫോള് കണ്ടു. മിനറൽസിനെല്ലാം തന്നെ ടാക്സ് ഏർപ്പെടുത്തിയത്. IT വൈകി കണ്ടു. എന്നാൽ കുറച്ച് നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് എല്ലാം തന്നെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നാളെ മാർക്കറ്റ് അവധിയാണ്. നമ്മുടെ മാർക്കറ്റാണ് ഇല്ലാത്തുള്ളൂ. ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ടെൻഷൻ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ദിവസം ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുകയും നമ്മുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഇൻവെസ്റ്റേഴ്സ് വലിയ പൊസിഷൻസ് എല്ലാം തന്നെ ഹോൾഡ് ചെയ്യാനായിട്ട് കൂട്ടാക്കിയില്ല. മാർക്കറ്റ് റേഞ്ച് ബോണ്ടായിട്ട് വ്യാപാരം അവസാനിപ്പിച്ചു. നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് നോക്കാം. ഗ്യാപ്പ് അപ്പിലാണ് നമുക്ക് നിഫ്റ്റിയിൽ കിട്ടിയിരുന്നത്. ഏകദേശം 24,200 ഹൈ ക്രിയേറ്റ് ചെയ്തു. അതേ നിഫ്റ്റി തന്നെ 100 പോയിന്റ് ഇടിഞ്ഞ് 24,100 ലോ ക്രിയേറ്റ് ചെയ്തു. വീണ്ടും നിഫ്റ്റി ഏകദേശം ഇൻട്രാഡേ ലോയിൽ നിന്ന് ഏകദേശം ഒരു തിരിച്ചു കയറി 24,200 വരെ പോയി. വീണ്ടും പോയിന്റുകൾ ചോർന്ന് 24,143, അറ്റ്ലീസ്റ്റ് 24,000 മുകളിൽ നിഫ്റ്റിക്ക് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് എന്നുള്ളത് പോസിറ്റീവായിട്ട് കാണാം. IT കമ്പനിയായിട്ടുള്ള TCS, HCL ടെക്, ടെക്കം, ഇൻഫോസിസ്, വിപ്രോ മുൻനിര എല്ലാ IT കമ്പനീസുമാണ് ഇന്ന് നിഫ്റ്റിനെ പിടിച്ചു നിർത്തിയിട്ടുള്ളത്. ഇന്നലെ നമ്മൾ കണ്ടു NVIDIA പോലുള്ള കമ്പനീസിൽ 6% റാലി ഇന്ന് ഇന്ത്യൻ IT കമ്പനീസിന് ഗുണകരമായിട്ടുണ്ട്. ഡിവിസ് ലാബ് കാണാം 4% ഡിവ്. ഓട്ടോമൊബൈലിൽ നിന്ന് ഹീറോ മോട്ടോകോർപ്പ് 3% ഇടിവ്. കോൾ ഇന്ത്യ, അൾട്രാടെക് സിമന്റ്, ഡോക്ടർ റെഡ്ഡി, അതായത് ഫാർമ സെക്ടറിലുള്ള ഡിവിസ് ലാബും ഡോക്ടർ റെഡ്ഡിയും കൂടി ഏകദേശം ഒരു 6% ഇടിവ് രേഖപ്പെടുത്തി. അതുകൊണ്ട് തന്നെ ഇന്ന് നിഫ്റ്റിയിൽ വലിയ തോതിൽ മുന്നേറ്റം കൈവരിക്കാനായിട്ട് പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. സ്റ്റോക്കുകളുടെ കുറച്ച് വാർത്തകളിലേക്ക് കിടക്കാം. ഈ ഒരു വീക്കെൻഡിൽ കൊച്ചിയിൽ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ പുതിയതായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ കടന്നു വന്ന ആളുകൾക്ക് പഠിക്കാൻ പറ്റിയ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റ് കോഴ്സിൻ്റെ ക്ലാസ്സുകളുണ്ട്. ഇനി ഇവിടെ വരാൻ പറ്റാത്ത ആളുകൾക്കും ഓൺലൈനായിട്ടും ജോയിൻ ചെയ്യാം. വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ നമ്മുടെ നമ്പർ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്ലിക്ക് ചെയ്യാം. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാം, ഫീസ് എടുക്കാം, എല്ലാം അതിലൂടെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സുകളെല്ലാം തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് അടക്കം എടുക്കാൻ സാധിക്കും. അപ്പോൾ ഫസ്റ്റ് കമൻറ്റിലെ നമ്പറിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഇനി സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ആദ്യം HIL ലീഡിംഗ് ആയിട്ടുള്ള ഡിഫൻസ് സെക്ടറുള്ള കമ്പനിയാണ്. നെറ്റ് പ്രോഫിറ്റ് 77% ഉയർന്ന് 1,437 കോടി രൂപ കരസ്ഥമാക്കി. വിരമൽ എൻ്റർപ്രൈസസ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് അല്ല, CLS എന്ന് പറയുന്ന റേറ്റിംഗ് സ്ഥാപനം വിരമലിനെ ഡൗൺഗ്രേഡ് ചെയ്തിട്ടുണ്ട്. മസഡോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് കമ്പനി നെറ്റ് പ്രോഫിറ്റ് 121% ഉയർന്ന് 696 കോടി രൂപ കരസ്ഥമാക്കി. EPL കമ്പനി നെറ്റ് പ്രോഫിറ്റ് 18% ഉയർന്നു, റവന്യൂ 10% ഉയർന്നു. PSP പ്രൊജക്റ്റ് കമ്പനിക്ക് 655 കോടി രൂപയുടെ ഒരു ഓർഡർ ലഭിച്ചു. ടെക്സ്മാക്കോ റെയിൽ കമ്പനി ഇവർ റെയിൽവേ സെക്ടറിലുള്ള ലീഡിംഗ് കമ്പനിയാണ്. ഇവരുടെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി 40 മുതൽ 45% വരെ റവന്യൂ ഫോർകാസ്റ്റ് കമ്പനി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. JMR എയർപോർട്ട് കമ്പനി കഴിഞ്ഞ തവണ 122 കോടി രൂപ നഷ്ടമുണ്ടായ കമ്പനിയാണ്. ഈ തവണ നഷ്ടം വർദ്ധിപ്പിച്ചു. ഈ തവണ നഷ്ടമാണ് 258 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്തു. സുപ്രജിത് എഞ്ചിനീയറിംഗ് കമ്പനി 33 നിന്ന് 38 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. MTNL കമ്പനി കഴിഞ്ഞ തവണ 850 കോടി രൂപ ലോസ് ആയിരുന്നു. ഈ തവണ ലോസ് കുറച്ച് വന്നിട്ടുണ്ട്. ഈ തവണയും ലോസ് ആണെങ്കിൽ കൂടിയും 770 കോടി രൂപയിലേക്ക് ലോസ് കുറച്ചു. ശ്രീരാം പ്രോപ്പർട്ടീസ് കമ്പനി 16 നിന്ന് 17 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. വാസ്കോൺ എഞ്ചിനീയറിംഗ് കമ്പനി 12 നിന്ന് 9 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് കുറഞ്ഞു. കിറ്റക്സ് കമ്പനി 8 കോടി രൂപയിൽ നിന്ന് 30 കോടി രൂപയിലേക്ക് അറ്റാദായം വളരെ വലിയ തോതിൽ ഉയർന്നു. സ്വാൻ എനർജി കമ്പനി 74 കോടി രൂപയിൽ നിന്ന് 140 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർത്തി. എത്തോസ് ലിമിറ്റഡ് കമ്പനി, എത്തോസ് എന്ന് പറയുന്ന ഒരു ലക്ഷറി വാച്ചുകളുടെ എല്ലാം തന്നെ ഷോറൂംസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണ്. കൊച്ചിയിൽ ഇവർക്ക് ഷോറൂമുണ്ട്. കഴിഞ്ഞ ദിവസം വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 18 കോടി രൂപയിൽ നിന്ന് 23 കോടി രൂപയിലേക്ക് ഇവരുടെ അറ്റാദായം ഉയർന്നു. BL ക്യാഷപ്പ്
ആൻഡ് സൺസ് കമ്പനി 11 കോടി രൂപയിൽ നിന്ന് 19 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് ഉയർന്നു. PC ജ്വല്ലേഴ്സ് കമ്പനി 121 കോടി രൂപ ലോസ് ഉണ്ടായ കമ്പനി ഇത്തവണ 156 കോടി രൂപ പ്രോഫിറ്റ് ആയിട്ടുണ്ട്. രാംകി ഇൻഫ്ര കമ്പനി 101 കോടി രൂപയിൽ നിന്ന് ഇവർ 67 കോടി രൂപയിലേക്ക് പ്രോഫിറ്റ് സ്ലൈറ്റ്ലി കുറഞ്ഞിട്ടുണ്ട്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ മാർക്കറ്റ് ഇല്ല, എന്നാൽ ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഒരു പൊസിഷൻ ഹോൾഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ഗ്ലോബൽ മാർക്കറ്റിൽ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. നാളെ പൂർണ്ണമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ട്രേഡ് അവസാനിക്കണം. അതിനുശേഷം വെള്ളിയാഴ്ച ദിവസം മാർക്കറ്റ് വലിയ ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലോ, അതായത് 2 ദിവസം ഇമ്പാക്റ്റ് നമുക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മളുടെ മാർക്കറ്റ് ട്രേഡ് ചെയ്യാത്തൊരവസ്ഥയിൽ ഗ്ലോബൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യുന്നത് വളരെയധികം റിസ്ക് ആയിട്ടുള്ള അവസ്ഥയാണ്. കാരണം നിഫ്റ്റി ത്രൂ ഔട്ട് ദ ഡേ ട്രേഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം അവസരങ്ങളിൽ ഈ ഒരു സാഹചര്യത്തിൽ, എസ്പെഷ്യലി ഈ ഒരു സാഹചര്യത്തിൽ പെട്ടെന്നൊരു യുദ്ധ സാഹചര്യമൊക്കെ വരാണെങ്കിൽ, യുദ്ധ സാഹചര്യം മൂർച്ഛിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരിക്കും ഉണ്ടാവുക, എസ്പെഷ്യലി പുട്ട് സൈഡിലേക്കൊക്കെ. അപ്പോൾ അതാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റിൽ ഒരാൾ പറഞ്ഞ പോലെ തന്നെ ഓപ്ഷനിൽ ലോസ് ആണെന്ന് കരുതി ട്രേഡ് ചെയ്യാതിരിക്കുന്നത് കാർ ആക്സിഡൻ്റ് ആകുന്ന കരുതി കാർ ഓടിക്കാതിരിക്കും പോലെയാണ്. ഇന്ത്യൻ മാർക്കറ്റാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡെറിവേറ്റീവ് മാർക്കറ്റ്. ഇവിടെ നടക്കുന്ന ഓൾമോസ്റ്റ് ട്രേഡും ഡെറിവേറ്റീവിലാണ്. അപ്പോൾ നഷ്ടമുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തി കഴിഞ്ഞാൽ പ്രോഫിറ്റാണ് നമുക്ക് ഉണ്ടാവുകയുള്ളൂ. ഇവിടെ ശക്തമായിട്ട് പ്രോഫിറ്റ് എടുക്കുന്ന എത്രയോ ട്രേഡേഴ്സ് ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു ഓൾ.